ഹായ് എവ്രി വൺ. നമ്മുടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു എന്താ റിസർച്ച് എന്ന് പറഞ്ഞു അല്ലേ. റിസർച്ച് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ, അല്ലെങ്കിൽ ഒരു റിസർച്ചർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താ, അങ്ങനെ എല്ലാം പറഞ്ഞു. ദെൻ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പ്രോസസ് ഓഫ് റിസർച്ച് പറഞ്ഞു. ഒരു റിസർച്ച് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് അതെങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യണത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു സർവേ. സർവേയിൽ ഏതൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യണത്, സാമ്പിളിംഗ് തിയോറീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിൽ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ആയിരുന്നു ഡാറ്റ കളക്ഷൻ. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ക്വസ്റ്റിനെയേഴ്സ്, ഷെഡ്യൂൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓരോ മെത്തേഡും അല്ലെങ്കിൽ ഓരോ ടെക്നിക്കും നമ്മൾ പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്റർ, നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിരുന്നു മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മെഷർ ചെയ്യണം. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ, നമ്മുടെ 6th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ആണ് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ. അതായത് ആദ്യം ഡാറ്റ കളക്ട് ചെയ്തു, ദെൻ അതിൻ്റെ മെഷർമെൻറ്റ്സും സ്കെയിലിങ്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. നമ്മുടെ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യണം. സോ എന്താ പ്രോസസ്സിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസർച്ച് ഡാറ്റേനെ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവർ, ഒരു റിസർച്ചർ കളക്ട് ചെയ്തിട്ടുള്ള ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ മാസ് ഡാറ്റേനെ ടാബുലേഷനും ചാർട്ടിങ്ങും ക്ലാസിഫൈങ്ങും കോഡിങ്ങും എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനെ ഡാറ്റേനെ റെഡ്യൂസ് ചെയ്യുക, ഡാറ്റ റിഡക്ഷൻ നടത്തുക, അതിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ എന്നുള്ളതിൽ പറയണത്. ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് കൺസേൺഡ് വിത്ത് എഡിറ്റിംഗ്, കോഡിംഗ്, classifying, tabulating and charting, diagramming research data. റിസർച്ച് ഡാറ്റേനെ എഡിറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം കോഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ടാബുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം അതിനെ ചാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഡയഗ്രാംസ് ത്രൂ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുക. ഒരു റിസർച്ചർ കളക്ട് ചെയ്ത് വരുന്ന മാസ് ഡാറ്റേനെ അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റേനെ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുക. സോ ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് വൺ ഓഫ് ദ റെലവൻറ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഒരു റിസർച്ചിനെ സംബന്ധിച്ച് ഡാറ്റ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ ഡാറ്റ പ്രോസസ്സിംഗ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണത് 4 സ്റ്റേജസ് ആയിട്ടാണ്. ഈ 4 സ്റ്റേജസ് പറയുന്നത്, ദ ഫസ്റ്റ് വൺ എഡിറ്റിംഗ്, സെക്കൻഡ് വൺ കോഡിംഗ്, തേർഡ് വൺ ക്ലാസിഫിക്കേഷൻ, ഫോർത്ത് വൺ ടാബുലേഷൻ. ഒരു ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നതിന് 4 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് എഡിറ്റിംഗ്, ദെൻ കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ. ഈ 4 സ്റ്റെപ്പിലൂടെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള എഡിറ്റിംഗ് എന്താണെന്ന് നോക്കാം. സോ ഒരു റിസർച്ചർ എപ്പോഴും ഡാറ്റ കളക്ട് ചെയ്യാൻ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റിനെയേഴ്സും ഷെഡ്യൂൾസ് ഒക്കെ. സോ ഒരു ക്വസ്റ്റിനെയർ ത്രൂ അല്ലെങ്കിൽ ഷെഡ്യൂൾ ത്രൂ കളക്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡാറ്റേനെ എന്ത് ചെയ്യാണ്, അതിനെ എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒമിഷൻസ് ഉണ്ടോ അതെല്ലാം ഡിറ്റക്ട് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുന്നു. ദെൻ ആ കറക്റ്റ് ചെയ്തതിനെ നെക്സ്റ്റ് കോഡിങ്ങിനും ടാബുലേഷനും റെഡിയാക്കി വെക്കുക. അതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യണത്. സോ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് എഡിറ്റിങ്ങിൽ എന്താ ചെയ്യണത്, നമ്മുടെ റിസർച്ചർ കളക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റിനെയേഴ്സ് ത്രൂ അല്ലെങ്കിൽ ഷെഡ്യൂളിലൂടെയൊക്കെ കളക്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡാറ്റേനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുന്നു. അതിലെന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടോ, അതിലെന്തെങ്കിലും ഒമിഷൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ അതിനെ കറക്റ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിന്, അതായത് കോഡിങ്ങിന് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനൊക്കെ റെഡിയാക്കി വയ്ക്കുക. അതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ദെൻ ഒരു എഡിറ്റർ, അതായത് ഇത്തരത്തിൽ ഡാറ്റ എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഒരാൾ, എഡിറ്റർ എപ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് എഡിറ്റിങ്ങിന് ശേഷം ആ ഡാറ്റ ആസ് മച്ച് ആസ് പോസിബിൾ അക്യുറേറ്റ് ആക്കി വെക്കണം. എഡിറ്റിങ്ങിന് ശേഷം അക്യുറേറ്റ് ആയിട്ട് മാക്സിമം അക്യുറസി ആ ഒരു ഡാറ്റയിൽ നിലനിർത്തണം.
ദെൻ അതിലൊരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ആ ഒരു ഡാറ്റനെ ഒരു ഇൻകംപ്ലീറ്റ് അല്ലാതെ ആസ് മച്ച് ആസ് പോസിബിൾ കംപ്ലീറ്റ് ഫോമിലാക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ടാബുലേഷൻ അല്ലെങ്കിൽ കോഡിങ്ങിനൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ആ ഒരു ഡാറ്റ ഉണ്ടായിരിക്കേണ്ടത്. സോ ഒരു ഡാറ്റ എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊരു അക്യുറസി അദ്ദേഹം നിലനിർത്തണം, ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരണം, യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം, അതിനൊരു കംപ്ലീറ്റ് ആക്കി വെക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജിന് നെക്സ്റ്റ് അത് അക്സെപ്റ്റബിൾ ആണ് എന്നുള്ള ഫോമിലായിരിക്കണം എന്തുണ്ടായിരിക്കേണ്ടത്, ആ ഒരു ഡാറ്റ ഉണ്ടായിരിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു എഡിറ്റർ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു എഡിറ്റർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾക്കാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഒരു എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് 2 സ്റ്റേജുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫീൽഡ് എഡിറ്റിങ്ങും രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെൻട്രൽ എഡിറ്റിങ്ങും ആണ്. ഇതിൽ ആദ്യത്തെ സ്റ്റേജ് ഫീൽഡ് എഡിറ്റിംഗ് എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡാറ്റ കളക്ട് ചെയ്യാണ് നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷെഡ്യൂള് ത്രൂ നമ്മൾ എന്ത് ചെയ്യാണ്, അതൊക്കെ ടേക്ക് ഡൗൺ ചെയ്യാണ് ഒരാൾ പറയണത്, നമ്മുടെ റെസ്പോണ്ടൻസ് പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ടേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മുഴുവൻ ലെങ്തി ആയിട്ട് എഴുതണം എന്നില്ല. നമ്മൾ അബ്രീവിയേറ്റഡ് ആയിട്ട്, അതായത് ഷോർട്ട് ഫോമിലൊക്കെ എഴുതി വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേഗം എഴുതുമ്പോൾ അത് ഭയങ്കര ലെജിബിൾ ആയിരിക്കണം നമ്മുടെ റൈറ്റിങ്സ് എന്നൊന്നുമില്ല. ഷോർട്ടാക്കി ഒരാൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതിയെടുക്കുമ്പോൾ അത് സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ, പെട്ടെന്ന് എഴുതി തീർക്കാൻ നമ്മൾ ഷോർട്ട് ഫോംസ് അബ്രീവിയേഷൻസ് ഒക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കര ലെജിബിളായി ഭയങ്കര നീറ്റായിട്ടൊന്ന് കൃത്യമായി എഴുതിയെടുക്കണം, വൃത്തിയിൽ എഴുതിയെടുക്കണം എന്നില്ല, ഇല്ലെജിബിൾ ഒക്കെ ആയിരിക്കും റൈറ്റിങ്സ്. സോ ആ ഒരു ഫീൽഡ് എഡിറ്റിങ്ങിൽ എന്താ പറയണമെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ നമ്മുടെ ആ ഒരു മെമ്മറി നഷ്ടപ്പെടുന്നതിൻ്റെ മുന്നേ തന്നെ, അതായത് എന്താണ് ഈ ഷോർട്ട് ഫോം എന്തിനെയാണ് മീൻ ചെയ്യണത്, അല്ലെങ്കിൽ ഞാനിതിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മറന്നു പോകുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ റെക്ടിഫൈ ചെയ്ത് വൃത്തിയിൽ എഴുതിയെടുക്കുകയാണ്. അതാണ് എന്ത് പറയണത്, ഫീൽഡ് എഡിറ്റിംഗ്. നമ്മൾ എഴുതിയെടുത്തിട്ടുള്ള അബ്രീവിയേറ്റഡ് ആയി എഴുതിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലെജിബിൾ ഒക്കെ ആയിട്ടുള്ള റൈറ്റിങ്സിന് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റി എഴുതുകയാണ്. അതിലെ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഒമിഷൻസ് ഉണ്ടോ എന്നുള്ളത് ആ ഒരു ഡാറ്റ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് അതാണ് സെൻട്രൽ എഡിറ്റിംഗ്. സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഷെഡ്യൂൾസ് ത്രൂ ആണെങ്കിലും ക്വസ്റ്റ്യനെയേഴ്സ് ത്രൂ ആണെങ്കിലും കളക്ട് ചെയ്ത് വന്നിട്ടുള്ള ഡാറ്റേനെ, അതായത് ആ മാസ് ഡാറ്റേനെ, ലാർജ് ഡാറ്റേനെ, എല്ലാ ഡാറ്റയും കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർമലി അതിലെ എറേഴ്സ് അല്ലെങ്കിൽ ഒമിഷൻസ് ഡിറ്റക്ട് ചെയ്യാണ്, അതിനെ റെക്ടിഫൈ ചെയ്യാണ്, കറക്റ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഫീൽഡ് എഡിറ്റിംഗ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ കളക്ട് ചെയ്ത് നമ്മൾ തന്നെ സ്വയം പെട്ടെന്ന് തന്നെ ഒരു ഇമ്മീഡിയറ്റ് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ അബ്രീവിയേഷൻസ് എന്ത് മീൻ ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയെടുത്തത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുകയാണ്. സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി അല്ലെങ്കിൽ മുഴുവനായും ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യാണ്, അതിലെ എറേഴ്സും ഒമിഷൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് റെക്ടിഫൈ ചെയ്യാണ്. സോ അതാണ് ഫീൽഡ് എഡിറ്റിങ്ങും സെൻട്രൽ എഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. യെസ്, നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു എഡിറ്റിംഗ് വർക്ക് ചെയ്യുമ്പോൾ ഒരു എഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം, യൂണിഫോമിറ്റി വേണം, ഒരു കംപ്ലീറ്റ്നെസ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ എഡിറ്റർ ഒരു എഡിറ്റിംഗ് വർക്ക് ചെയ്യുമ്പോൾ, അവരുടെ വർക്ക് പെർഫോം ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് പറയണത്. ഫസ്റ്റ് വൺ, എന്താണ് ഇന്റർവ്യൂവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, അത് എഡിറ്റർ എന്ത് ചെയ്യണം, അത് ഫെമിലിയർ ആയിരിക്കണം അദ്ദേഹം. അതുപോലെ തന്നെ എന്താണ് എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള, എഡിറ്റർക്ക് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അദ്ദേഹം ഫോളോ ചെയ്യണം. അതായത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഒരു എഡിറ്റിംഗ് വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടും ഫോളോ ചെയ്യണം. ദെൻ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ എൻട്രി ഉണ്ടായിരിക്കും, അതായത് അവരെന്താണോ നമുക്ക് തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ റെസ്പോണ്ടന്റ് ഫില്ല് ചെയ്ത് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഷെഡ്യൂൾ ആണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റർ റിസർച്ചർ എഴുതിയെടുത്തിട്ടുള്ളത് എന്താണോ അതാണ് ഒറിജിനൽ എൻട്രി.
ആ ഒറിജിനൽ എൻട്രീനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ആ ഒറിജിനൽ എൻട്രീനെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ അതിൻ്റെ മീതെ വരയ്ക്കാൻ പാടും. അതായത് അതിനെ ക്രോസ് ചെയ്യാണ്, അതിനെ തിരുത്തി എഴുതാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ മാത്രമാണ് അതുമ പാടും. അല്ലാതെ ഒരുപാട് വെട്ടിക്കൂട്ടി ഒന്നും അടുത്തത് മാറ്റി എഴുതരുത്. ഇപ്പൊ നമ്മൾ തന്നെ നോട്ട്സിലൊക്കെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റ് വന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെഴുതില്ലേ. സോ അതെന്തായിരുന്നു ആദ്യം അവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി എന്താന്നുള്ളത് ലെജിബിൾ ആയിട്ട് റിമൈൻഡ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ റൂള്. അതായത് ആദ്യം എന്താണോ റെസ്പോണ്ടൻസ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർ ടേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്, അത് പിന്നീടും ലെജിബിൾ ആയി റിമൈൻഡ് ചെയ്യണം. സോ അതിനെ തിരുത്തി എഴുതുമ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ മാത്രം വരയ്ക്കുക അതിൻ്റെ മീതെ വെട്ടി എഴുതുമ്പോൾ. പിന്നെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമില് അല്ലെങ്കിൽ ഒരു നല്ലൊരു കളറും പാറ്റേണും സ്റ്റൈലും ഒക്കെ ഫോളോ ചെയ്യാൻ എഡിറ്റർ ശ്രമിക്കണം. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റിൽ അതിന്റെ ഓരോ പ്ലേസസിലും എവിടേക്കാണോ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ നെയിമും അതുപോലെ തന്നെ ഡേറ്റും മെൻഷൻ ചെയ്യുക എന്നുള്ളതും ഒരു എഡിറ്റർ അദ്ദേഹത്തിന്റെ വർക്ക് പെർഫോം ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ പെടും. അതായത് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, ദെൻ ഒറിജിനൽ എൻട്രീനെ വെട്ടി എഴുതുമ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ വെച്ച് വെട്ടുക, ദെൻ അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഫോളോ ചെയ്യുക, ദെൻ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽസും ഡേറ്റും അതിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഡിറ്റിങ്ങിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ദെൻ നമ്മുടെ റിസർച്ച് പ്രോസസ്സിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് കോഡിംഗ് എന്ന് പറയുന്നത്. കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾസിന്റെയോ അല്ലെങ്കിൽ ന്യൂമറൽസിന്റെ ഒക്കെ ബേസിസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ റെസ്പോൺസസിനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസർച്ച് ഡാറ്റയെ ക്ലാസ്സസ് ആയിട്ട് കാറ്റഗറീസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് കോഡിങ്ങിലൂടെ പറയുന്നത്. സോ എഡിറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു, കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയിലെ എറേഴ്സും ഒമിഷൻസും ഡിറ്റക്ട് ചെയ്തു, അതിനെ റെക്ടിഫൈ ചെയ്തു. കോഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ റെക്ടിഫൈ ചെയ്തിട്ടുള്ള എഡിറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയെ അതിനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് കാറ്റഗറീസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. സോ അതാണ് കോഡിങ്ങിൽ പറയണത്. യെസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ആണ് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അതിൽ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. ഡാറ്റനെ എഡിറ്റ് ചെയ്യുക, കോഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ടാബുലേറ്റ് ചെയ്യുക, ചാർട്ട് ചെയ്യുക, ഡയഗ്രാമിംഗ് ചെയ്യുക. സോ അതൊക്കെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ളതിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിലെ 4 സ്റ്റെപ്സുകളാണുള്ളത്: എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. അങ്ങനെ 4 സ്റ്റേജസ് ആണ് അതിനുള്ളത്. അതിൽ ആദ്യത്തെ 2 സ്റ്റേജുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എഡിറ്റിംഗ് എന്താന്ന് പറഞ്ഞു, ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള റിസർച്ച് ഡാറ്റേനെ നമ്മുടെ ക്വസ്റ്റ്യനേഴ്സിലൂടെയോ അല്ലെങ്കിൽ ഷെഡ്യൂളിലൂടെയൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു മാസ് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുക, അതിനെ എക്സാമിൻ ചെയ്യുക. അതാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് അതിലെ തെറ്റുകൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെ എറേഴ്സും ഒമിഷൻസ് എല്ലാം ഡിറ്റക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം അതിനെ റെക്ടിഫൈ ചെയ്യുക. അതാണ് എഡിറ്റിംഗിൽ പറയണത്. ദെൻ അതിന് 2 കാറ്റഗറീസ് ആയിട്ട് അല്ലെങ്കിൽ 2 സ്റ്റേജസ് ഉണ്ട്: ഫീൽഡ് എഡിറ്റിങ്ങും സെൻട്രൽ എഡിറ്റിങ്ങും. ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ കളക്ട് ചെയ്ത് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അത് എന്ത് ചെയ്യാണ്, അതിൽ ഒമിഷൻസും അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് എഴുതുകയെന്നുണ്ടെങ്കിൽ അതാണ് ഫീൽഡ് എഡിറ്റിംഗിൽ പറയണത്. ദെൻ സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്തതിന് ശേഷം അതിന് എന്ത് ചെയ്യാണ്, നമ്മൾ ഫോർമലി അതിൽ എറേഴ്സും ഒമിഷൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക. അതാണ് സെൻട്രൽ എഡിറ്റിംഗ്. ഫീൽഡ് എഡിറ്റിംഗ് ചെയ്യുന്നത് ആ ഒരു റിസർച്ചർ അല്ലെങ്കിൽ ആ ഒരു എന്യൂമറേറ്റർ ആണ്. ആരാണോ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത് അവർ തന്നെയാണ് ഫീൽഡ് എഡിറ്റിംഗ് ചെയ്യണത്. സെൻട്രൽ എഡിറ്റിംഗ് പെർഫോം ചെയ്യണത് എഡിറ്റേഴ്സ് ആണ്. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു എഡിറ്റർ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ്നെസ് കൊണ്ടുവരണം, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഫോളോ ചെയ്യണം. ഒറിജിനൽ എൻട്രി ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ വെച്ച് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം കീപ്പ് ചെയ്യണം. ദെൻ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പേജസിലും അവിടെ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ എഡിറ്റേഴ്സ് ഇനീഷ്യൽ ആൻഡ് ഡേറ്റ് ഓഫ് എഡിറ്റിംഗ് എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം, മെൻഷൻ ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് എഡിറ്റിംഗിൽ പറഞ്ഞത്. ദെൻ പിന്നീട് പറഞ്ഞതാണ് നമ്മുടെ 2ാമത്തെ സ്റ്റെപ്പ്, കോഡിംഗ് എന്താണ്. കോഡിംഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു സ്റ്റെപ്പാണ്, അതായത് ഒരു സിമ്പിൾ സ്റ്റെപ്പാണ്. നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റേനെ എന്ത് ചെയ്യാണ്, അതിനെ സിമ്പിൾസിന്റെ ന്യൂമറൽസിന്റെ ഒക്കെ ബേസിസിൽ ക്ലാസ്സസ് അല്ലെങ്കിൽ കാറ്റഗറീസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. അതാണ് കോഡിങ്ങിൽ പറയുന്നത്. സോ ഈ 2 സ്റ്റെപ്പുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.